തമിഴ് സിനിമ ഇന്ന് തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇന്നത് ലോകം മുഴുവൻ അറിയപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ പണക്കാരായിട്ടുള്ള കോടീശ്വരന്മാരായിട്ടുള്ള നടന്മാർ, അവരുടെ ആസ്തി, അവരുടെ ആഡംബര കാറുകൾ ഇവയൊക്കെയാണ്. വീഡിയോ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. നമ്മുടെ ലിസ്റ്റിൽ 10ാമതായിട്ട് വരുന്നത് കാർത്തിക് ശിവകുമാർ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. 1997 തമിഴ്നാട്ടിലെ മദ്രാസിലാണ് കാർത്തിക് ജനിക്കുന്നത്. തമിഴ് സിനിമയിലെ മുൻനിര നായകന്മാരിൽ പേരുകേട്ട ഒരാളായിട്ട് നമുക്ക് കാർത്തിയെ കാണാവുന്നതാണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് മാസ്റ്റർ ഓഫ് സയൻസിൽ ബിരുദമെടുത്താണ് ഇദ്ദേഹം സിനിമ അഭിനയം എന്നൊരു മോഹവുമായിട്ട് വരുന്നത്. 2007 പുറത്തിറങ്ങിയ പരുത്തി വീരൻ എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് കാർത്തി സിനിമയിലേക്ക് തന്നെ കടന്നു വരുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള നീണ്ട 20 വർഷങ്ങളിൽ കാർത്തി അഭിനയിച്ചു തീർത്തത് 125ലധികം വരുന്ന ചിത്രങ്ങളാണ്. ഇന്ന് അദ്ദേഹം തമിഴിനു പുറമെ തെലുങ്കിലും കന്നഡയിലും വളരെയേറെ പ്രശസ്തമാണ്. ഇന്ന് കാർത്തി ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 15 മുതൽ 30 കോടി രൂപക്ക് മുകളിലാണ്. ഇനി നമുക്ക് കാർത്തിയുടെ കാറുകൾ നോക്കുകയാണെങ്കിൽ 1,90,00,000 രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസിന്റെ എസ് ക്ലാസ്, 3 കോടി രൂപക്കടുത്ത് വില വരുന്ന റേഞ്ച് റോവർ വോഗ്യു, 1,84,00,000 രൂപ വില വരുന്ന BMW 7 സീരീസ്, ഇതൊക്കെയാണ് കാർത്തിയുടെ കൈവശമുള്ള കാറുകൾ എന്നത്. ഇനി നമുക്ക് കാർത്തിയുടെ നിലവിലെ ആസ്തി എത്രയെന്ന് നോക്കുകയാണെങ്കിൽ ചില കണക്കുകൾ അനുസരിച്ച് അത് 110 കോടി രൂപക്ക് മുകളിലാണ് കാർത്തിയുടെ ആസ്തി എന്നത്. 9ാമതായിട്ട് വരുന്നത് വിജയ് ഗുരുനാഥ് സേതുപതി എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. എന്നിരുന്നാലും ഇദ്ദേഹത്തിന് മക്കൾ സെൽവൻ എന്ന പേരിലും അറിയപ്പെടുന്നു. 1978 തമിഴ്നാട്ടിൽ തന്നെയാണ് സേതുപതി ജനിക്കുന്നത്. 2012 മുതൽ സിനിമയിൽ ചെറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയർ തന്നെ ആരംഭിക്കുന്നത്. ഇന്നത് 13 വർഷങ്ങൾക്കു ശേഷം സേതുപതി ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന മുൻനിര നായകന്മാരിൽ ഒരാളായി മാറിയിരിക്കുന്നു. ഇന്ന് അദ്ദേഹം തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായിട്ട് അഭിനയിച്ചു തീർത്തത് 50ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. സേതുപതി ഇന്ന് ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 15 മുതൽ 20 കോടി രൂപക്ക് മുകളിലാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 1,84,00,000 രൂപ വില വരുന്ന BMW 7 സീരീസ്, 45 ലക്ഷം രൂപക്കടുത്ത് വില വരുന്ന മിനി കൂപ്പർ എക്സ്, 26 ലക്ഷം രൂപ വില വരുന്ന ടൊയോട്ട ഇന്നോവ, 35 ലക്ഷം രൂപ വില വരുന്ന ടൊയോട്ട ഫോർച്യൂണർ, ഇതൊക്കെയാണ് ഇന്ന് വിജയ് സേതുപതിയുടെ കൈവശമുള്ള കാറുകൾ എന്നത്. കൂടാതെ 50 കോടി രൂപയോളം ചിലവഴിച്ച് നിർമ്മിച്ചെടുത്ത ചെന്നൈയിലുള്ള തന്റെ വീട്ടിലാണ് ഇന്ന് വിജയ് സേതുപതി താമസിക്കുന്നത്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 140 കോടി രൂപക്ക് മുകളിലാണ്. ഇനി 8ാമതായിട്ട് വരുന്നത് കെന്നഡി ജോൺ വിക്ടർ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. ചിയാൻ വിക്രം, ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ വെറും വിളിപ്പേരുകൾ മാത്രമാണ്. 1966 മദ്രാസിലാണ് വിക്രം ജനിക്കുന്നത്. ഇന്ന് ഇദ്ദേഹം ഒരു നടനു പുറമെ നല്ലൊരു ഗായകനു കൂടിയാണ്. 1990 പുറത്തിറങ്ങിയ എൻ കാതൽ കൺമണി എന്ന ചിത്രത്തിൽ ചെറിയൊരു വേഷം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം സിനിമയിലേക്ക് അഭിനയത്തിലേക്ക് തന്നെ എത്തുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള വർഷങ്ങളിൽ തമിഴിനു പുറമെ മലയാളത്തിലും തെലുങ്കിലുമെല്ലാം ഇദ്ദേഹം സഹനടനായും മറ്റുമെല്ലാം അഭിനയിച്ചു. ഇന്ന് ഇദ്ദേഹം 35 വർഷത്തെ കാലത്തിനുള്ളിൽ അഭിനയിച്ചത് 50ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 25 കോടി രൂപക്ക് മുകളിലാണ്. ഇനി നമുക്ക് വിക്രമിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ അതിലൊന്നാമതായിട്ട് വരുന്നത് 7.5 കോടി രൂപയോളം വില വരുന്ന റോൾസ് റോയ്സ് സ്പെക്ടർ, 1,29 ലക്ഷം രൂപ വില വരുന്ന BMW M2 കോമ്പറ്റീഷൻ, 1,77 ലക്ഷം രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസിന്റെ E63 AMG എന്ന മോഡൽ, ഇതുകൂടാതെ 4,18 ലക്ഷം രൂപ വില വരുന്ന ലംബോർഗിനി ഉറൂസ്, 2.5 കോടി രൂപയോളം വില വരുന്ന Audi R8, ഇതൊക്കെയാണ് ഇന്ന് ചിയാൻ വിക്രമിന്റെ കൈവശമുള്ള കാറുകൾ എന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ നിലവിലെ ആസ്തി എന്നത് ചില കണക്കുകൾ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 148 കോടി രൂപക്ക് മുകളിലാണ് വിക്രമിന്റെ ആസ്തി എന്നത്.
ഇനി ഏഴാമതായിട്ട് വരുന്നത് ധനുഷാണ്. വെങ്കിടേഷ് പ്രഭു എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. 1983 മദ്രാസിൽ തന്നെയാണ് ഇദ്ദേഹവും ജനിക്കുന്നത്. ഇന്ന് ഇദ്ദേഹം ഒരു നടന് പുറമെ മികച്ചൊരു നിർമ്മാതാവ്, ഗായകൻ ഇവയൊക്കെയാണ്. 2002 പുറത്തിറങ്ങിയ തന്റെ അച്ഛന്റെ സിനിമയിലൂടെയാണ് ഇദ്ദേഹം ആദ്യമായിട്ട് സിനിമയിൽ എത്തുന്നത്. ഇന്ന് ഇദ്ദേഹം തന്റെ 23 വർഷത്തെ അഭിനയ കാലത്തിനുള്ളിൽ ഇദ്ദേഹം അഭിനയിച്ചു തീർത്തത് തമിഴിലും തെലുങ്കിലും കന്നഡയിലുമായിട്ട് 82-ലധികം വരുന്ന ചിത്രങ്ങളാണ്. 12 മുതൽ 15 കോടി രൂപയോളമാണ് ധനുഷ് ഇന്ന് ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 7 കോടി രൂപയോളം വില വരുന്ന റോൾസ് റോയ്സ് ഗോസ്റ്റ്, 80 ലക്ഷം രൂപയോളം വില വരുന്ന ഫോർഡ് മസ്താഗ് GT ഫാസ്റ്റ് ബാക്ക്, 5.5 കോടി രൂപയോളം വില വരുന്ന ബനാട്ടി ഫ്ലൈയിങ് സൂപ്പർ, 1 കോടി 63 ലക്ഷം രൂപ വില വരുന്ന ഓഡി 8. ഇതൊക്കെയാണ് ഇന്ന് ധനുഷിന്റെ കൈവശമുള്ള കാറുകൾ എന്നത്. ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്നത് പ്രധാന നടനായിട്ടുള്ള രജനീകാന്തിന്റെ മകള് കൂടിയാണ്. ഇന്നത്തെ ധനുഷിന്റെ നിലവിലെ ആസ്തി എന്ന് പറയുന്നത് 230 കോടി രൂപയോളമാണ്. ആറാമതായിട്ട് വരുന്നത് ശിവകാർത്തികേയൻ ഡോസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. സൂപ്പർ സ്റ്റാർ നാനി എന്ന പേരിലും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1985 തമിഴ്നാട്ടിലെ ശിവഗംഗയിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇന്ന് ഇദ്ദേഹം ഒരു നടനു പുറമെ മികച്ചൊരു ഗായകനും ടെലിവിഷൻ അവതാരകനും കൂടിയാണ്. 2005 പുറത്തിറങ്ങിയ കലക പോവാതി യാതു എന്ന ചിത്രത്തിൽ ചെറിയൊരു കോമഡി വേഷം ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. ഇന്ന് ഇദ്ദേഹം 20 വർഷത്തെ കാലത്തിനുള്ളിൽ അഭിനയിച്ചു തീർത്തത് 35-ലധികം വരുന്ന ചിത്രങ്ങളാണ്. ശിവകാർത്തികേയൻ ഇന്നൊരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 20 മുതൽ 30 കോടി രൂപയോളമാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് 1 കോടി രൂപയോളം വില വരുന്ന ഓഡി Q7, 55 ലക്ഷം രൂപ വില വരുന്ന മിനി കൂപ്പർ എക്സ്, 7.5 ലക്ഷം രൂപയോളം വില വരുന്ന ഷിഫ്റ്റ്. ഇതൊക്കെയാണ് ശിവകാർത്തികേയന്റെ കൈവശമുള്ള കാറുകൾ എന്നത്. ഇന്ന് ഇദ്ദേഹത്തിന്റെ നിലവിലെ ആസ്തി എന്ന് പറയുന്നത് 120 കോടി രൂപയോളമാണ്. അഞ്ചാമതായിട്ട് വരുന്നത് സൂര്യയാണ്. ശരവണൻ ശിവകുമാർ എന്നാണ് സൂര്യയുടെ യഥാർത്ഥ പേരെന്നത്. സിംഗം സൂര്യ, നദിപൻ നായകൻ എന്നീ വിളിപ്പേരുകളിലെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1975 മദ്രാസിലാണ് സൂര്യ ജനിക്കുന്നത്. കൊമേഴ്സിൽ ബിരുദം എടുത്തുകൊണ്ടാണ് ഇദ്ദേഹം സിനിമയിലേക്ക്, അഭിനയത്തിലേക്ക് തന്നെ കടന്നു വരുന്നത്. 1997 പുറത്തിറങ്ങിയ നേർക്കുനേർ എന്ന ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം സിനിമയിലെത്തുന്നത്. അന്ന് ഇദ്ദേഹത്തിന്റെ പ്രായം എന്നത് വെറും 22 വയസ്സ് മാത്രമാണ്. ഇന്നത് 28 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇദ്ദേഹം അഭിനയിച്ചത് തമിഴിലും തെലുങ്കിലും മലയാളത്തിലുമായിട്ട് 72-ലധികം വരുന്ന ചിത്രങ്ങളിലാണ്. ഇന്ന് സൂര്യ ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 30 മുതൽ 40 കോടി രൂപയോളമാണ്. ഇനി നമുക്ക് സൂര്യയുടെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 1 കോടി 84 ലക്ഷം രൂപ വില വരുന്ന BMW 7 സീരീസ്, 60 ലക്ഷം രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസ് M ക്ലാസ്, 1 കോടി 10 ലക്ഷം രൂപ വില വരുന്ന ജാഗുർ XJEL, 85 ലക്ഷം രൂപ വില വരുന്ന ഓഡി Q7. ഇതൊക്കെയാണ് സൂര്യയുടെ കൈവശമുള്ള കാറുകൾ എന്നത്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്നത് ചില കണക്കുകൾ പ്രകാരം 350 കോടി രൂപയോളമാണ്. ഇനി നാലാമതായിട്ട് വരുന്നത് അജിത് കുമാർ സുബ്രഹ്മണ്യൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. തല, അൾട്ടിമേറ്റ് സ്റ്റാർ എന്നീ വിളിപ്പേരുകളിലെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1971 ഹൈദരാബാദിലാണ് അജിത്ത് ജനിക്കുന്നത്. ഇന്ന് അജിത്ത് തമിഴ് സിനിമയിലെ മുൻനിര നായകന്മാരിൽ ഒരാളായിട്ട് നമുക്ക് അജിത്തിനെ കാണാവുന്നതാണ്. 1995 പുറത്തിറങ്ങിയ ആസൈ എന്ന തെലുങ്ക് സിനിമയിൽ ഒരു സഹനടനായി വേഷം ചെയ്തുകൊണ്ടാണ് അജിത്തിന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. ഇന്ന് അദ്ദേഹം തമിഴിലും തെലുങ്കിലും കന്നഡയിലുമായിട്ട് അഭിനയിച്ചു തീർത്തത് 62-ലധികം വരുന്ന ചിത്രങ്ങളാണ്. ഇന്ന് അജിത് കുമാർ ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 80 കോടി മുതൽ 90 കോടി രൂപയോളമാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 1.5 കോടി രൂപയോളം വില വരുന്ന മെഴ്സിഡസ് ബെൻസ് 350 GLS, 5 കോടി രൂപയോളം വില വരുന്ന ലംബോർഗിനി അവന്റോർ, 1 കോടി 84 ലക്ഷം രൂപ വില വരുന്ന BMW 714 Li, 8 കോടി 61 ലക്ഷം രൂപ വില വരുന്ന ഫെരാരി SF19. ഇതൊക്കെയാണ് അജിത്തിന്റെ കൈവശമുള്ള കാർ
കാറുകൾ എന്നത്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 350 കോടി രൂപക്ക് മുകളിലാണ്. മൂന്നാമതായിട്ട് വരുന്നത് രജനികാന്ത്. ശിവാജി റാവു എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. എന്നിരുന്നാലും തലൈവൻ, സൂപ്പർ സ്റ്റാർ എന്നീ പേരുകളിലെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1970-കൾ മുതൽ തന്നെ തമിഴ് സിനിമയിലെ ഒരു പ്രധാന സൂപ്പർ സ്റ്റാറാണ് രജനികാന്ത് എന്നത്. 1950 ബാംഗ്ലൂരിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. 1976 പുറത്തിറങ്ങിയ സംഗമ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഇദ്ദേഹം അഭിനയത്തിലേക്ക്, സിനിമയിലേക്ക് തന്നെ കടന്നു വരുന്നത്. ഇന്ന് ഇദ്ദേഹം തമിഴിന് പുറമെ മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി, എന്തിനേറെ പറയുന്നു ഹോളിവുഡിൽ പോലും ഇദ്ദേഹം തന്റെ അഭിനയ കഴിവ് തെളിയിച്ചതാണ്. ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 125 കോടി മുതൽ 160 കോടി രൂപയോളമാണ്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 3 കോടി 10 ലക്ഷം രൂപ വില വരുന്ന ലംബോർഗിനി ഉറൂസ്, 2 കോടി 55 ലക്ഷം രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസിന്റെ ജി വാഗൺ, 7 കോടി രൂപയോളം വില വരുന്ന ബെനാറ്റി ഫ്ലൈയിങ് സൂപ്പർ സ്പീഡ്, 8 കോടി രൂപക്ക് മുകളിൽ വില വരുന്ന റോൾസ് റോയ്സ് ഗോസ്റ്റ്, 1 കോടി രൂപക്കടുത്ത് വില വരുന്ന BMW X7. ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള ആഡംബര കാറുകൾ എന്നത്. ഇനി ഇതൊന്നും കൂടാതെ പ്രീമിയർ പത്മിനി, ഹിന്ദുസ്ഥാൻ അംബാസഡർ, ഹോണ്ട സിവിക് എന്നീ വിന്റേജ് കാറുകളുടെയും കളക്ഷൻ ഇന്ന് രജനികാന്തിനുണ്ട്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 430 കോടി രൂപയോളമാണ്. ഇനി രണ്ടാമതായിട്ട് വരുന്നത് കമൽ ഹാസൻ. പാർത്ഥസാരഥി ശ്രീനിവാസൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്നത്. യൂണിവേഴ്സൽ ഹീറോ, ആണ്ടവൻ, ഉലക നായകൻ എന്നീ വിളിപ്പേരുകളിലെല്ലാം ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. 1954 മദ്രാസിലെ രാമനാഥപുരത്താണ് ഇദ്ദേഹം ജനിക്കുന്നത്. 1960-കളിൽ പുറത്തിറങ്ങിയ കാളത്തൂർ കണ്ണാമ എന്ന തമിഴ് ചിത്രത്തിലൂടെ ബാലതാരമായി അഭിനയം തുടങ്ങിയ കമൽ ഹാസൻ ഇന്ന് തമിഴിലും മലയാളത്തിലും കന്നഡയിലും ഹിന്ദിയിലുമായിട്ട് അഭിനയിച്ചു തീർത്തത് 220-ലധികം വരുന്ന ചിത്രങ്ങളാണ്. ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 100 മുതൽ 120 കോടി രൂപയോളമാണ്. ഇനി നമുക്ക് കമൽ ഹാസന്റെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 3 കോടി രൂപയോളം വില വരുന്ന ലെക്സസ് LX 517, 68 ലക്ഷം രൂപയോളം വില വരുന്ന റേഞ്ച് റോവർ ഇവോക്യു, 81 ലക്ഷം രൂപ വില വരുന്ന മെഴ്സിഡസ് ബെൻസിന്റെ E220, 85 ലക്ഷം രൂപ വില വരുന്ന ഹമ്മർ H3, 1 കോടി 62 ലക്ഷം രൂപ വില വരുന്ന BMW 730 LD. ഇതൊന്നും കൂടാതെ മിറ്റ്സുബിഷി പജീറോ, ടൊയോട്ട ലാൻഡ് ക്രൂയിസർ എന്നിങ്ങനെയുള്ള കാറുകളാണ് ഇന്ന് കമൽ ഹാസൻ ഉള്ളത്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് 450 കോടി രൂപക്ക് മുകളിലാണ്. നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായിട്ട് വരുന്നത് വിജയ് ആണ്. ജോസഫ് വിജയ് ചന്ദ്രശേഖരൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ വിജയുടെ യഥാർത്ഥ പേരെന്നത്. എന്നിരുന്നാലും ഇളയ തളപതി, തളപതി വിജയ് എന്നീ വിളിപ്പേരുകളിലാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. 1974 മദ്രാസിലാണ് വിജയ് ജനിക്കുന്നത്. ഇന്ന് വിജയ് തമിഴ് സിനിമയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരു നടനാണ്. ഇന്ന് ഇദ്ദേഹം ഒരു നടന് പുറമെ മികച്ചൊരു ഗായകനും തമിഴ് സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. 1984 തന്റെ അച്ഛൻ പുറത്തിറക്കിയ വെട്രി എന്ന ചിത്രത്തിൽ ഒരു ബാലതാരമായി അഭിനയം തുടങ്ങിക്കൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത്. ഇന്ന് വിജയ് അഭിനയിച്ചു തീർത്തത് 78-ലധികം വരുന്ന ചിത്രങ്ങളാണ്. ഇന്ന് ഇദ്ദേഹം ഒരു ചിത്രത്തിനായിട്ട് വാങ്ങുന്ന പ്രതിഫലം എന്നത് 200 കോടി രൂപക്ക് മുകളിലാണ്. ഇനി നമുക്ക് വിജയുടെ കൈവശമുള്ള കാറുകൾ നോക്കുകയാണെങ്കിൽ 8 കോടി രൂപയോളം വില വരുന്ന റോൾസ് റോയ്സ് ഗോസ്റ്റ്, 2 കോടി 15 ലക്ഷം രൂപ വില വരുന്ന BMW 7X ഡ്രൈവ് 16M സ്പോർട്ട്, 1 കോടി 40 ലക്ഷം രൂപ വില വരുന്ന ഓഡി A80L, 1 കോടി 85 ലക്ഷം രൂപ വില വരുന്ന BMW 7 സീരീസ്, 1 കോടി 15 ലക്ഷം രൂപ വില വരുന്ന BMW X6. ഇതൊന്നും കൂടാതെ തന്നെ റേഞ്ച് റോവർ ഇവോക്യു, മെഴ്സിഡസ് ബെൻസിന്റെ GLS, ഫോർഡ് മസ്താഗ് എന്നിങ്ങനെയുള്ള ഒരു വലിയ ആഡംബര കാറുകളുടെ ശേഖരം തന്നെ ഇന്ന് വിജയ്ക്കുണ്ട്. ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ വിജയുടെ ആസ്തി എന്ന് പറയുന്നത് ചില കണക്കുകൾ അനുസരിച്ച് 600 കോടി രൂപക്ക് മുകളിലാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ നടന്മാരിൽ നിങ്ങളെ അതിശയിപ്പിച്ച, നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ നടൻ ആരാണെന്ന് തീർച്ചയായും ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോകളുമായിട്ട് കാണാം. താങ്ക്